ഹായ് ഫ്രണ്ട്സ്, കേരള യൂണിവേഴ്സിറ്റിയുടെ പുതിയൊരു അപ്ഡേറ്റിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. FYUGP അഡ്മിഷനുമായി റിലേറ്റ് ചെയ്ത് സെക്കൻഡ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കത് ചെക്ക് ചെയ്യാം. അലോട്ടഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടും യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ഫീ പേയ്മെൻറ്റ് ചെയ്യുക, അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്തു വെക്കുക. ആൻഡ് ആൾസോ ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിലും ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും ഓക്കെ ആയിട്ടുള്ള വിദ്യാർത്ഥികൾ നിങ്ങൾ മസ്റ്റായിട്ടും ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ ഹയർ ഓപ്ഷൻസ് ക്യാൻസൽ ചെയ്യുക എന്നുള്ളതാണ്. അതായത് കിട്ടിയിട്ടുള്ള കോളേജ് ഓക്കെ ആണ് എന്നുള്ളതെങ്കിൽ ആ കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ നിങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ കിടക്കുന്ന എല്ലാ ഹയർ ഓപ്ഷൻസും നിങ്ങൾ ക്യാൻസൽ ചെയ്ത് മാറ്റുക. അത് നിങ്ങളുടെ സൈറ്റിൽ തന്നെ ആ ഒരു പേജിനകത്ത് അലോട്ട്മെൻറ്റ് വന്ന പേജിനകത്ത് തന്നെ ക്യാൻസൽ ഹയർ ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുത്തിട്ടുള്ള നിങ്ങൾ രജിസ്ട്രേഷൻ ടൈമിൽ കൊടുത്തിട്ടുള്ള നമ്പർ ഏതാണോ, മൊബൈൽ നമ്പർ ഏതാണോ, ആ മൊബൈൽ നമ്പറിലേക്ക് OTP വരുന്നതായിരിക്കും. ആ OTP നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ കൊടുത്തിട്ടുള്ള ഹയർ ഓപ്ഷൻസ് അവിടെ കാണിക്കും. അപ്പോൾ അവിടെ ഡീആക്ടിവേറ്റ് ആയി കൊടുക്കുക. ബാക്കിയുള്ള ഓപ്ഷനുകൾ ആക്റ്റീവായി കിടക്കുന്നതെല്ലാം തന്നെ ഡീആക്ടിവേറ്റ് ആയിട്ട് കൊടുക്കുക. ഓക്കെ, അപ്പം തീർച്ചയായിട്ടും ആ ഒരു കാര്യം നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യുക. ഇല്ലെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് കോളേജ് ചിലപ്പോൾ മാറിപ്പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ അലോട്ടഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ഫീ അടച്ചതിന് ശേഷം കോളേജ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹയർ ഓപ്ഷൻസ് ക്യാൻസൽ ചെയ്യുക. അല്ലാത്ത സ്റ്റുഡൻസ്, അതായത് കോളേജ് മാറി കിട്ടണമെന്നുള്ള സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതായിട്ട് പോവുക. പക്ഷേ അഡ്മിഷൻ എന്ന് പറയുന്നത് 19/6/2024 മുതൽ 22/6/2024 വരെയാണ് അഡ്മിഷൻ എടുക്കേണ്ട സമയത്ത്. അത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും സെക്കൻഡ് അലോട്ട്മെൻറ്റിലും അലോട്ടഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾ നാളെ മുതൽ 22 വരെയുള്ള ദിവസങ്ങളിലാണ് അഡ്മിഷൻ കോളേജുകളിൽ പോയി എടുക്കേണ്ടത്. നിങ്ങളുടെ എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റും നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കണം. ആധാർ ID എന്ന് പറഞ്ഞിട്ടൊരു ഇതുകൂടി പറയുന്നുണ്ട്. അപ്പോൾ അതും കൂടി ആയിട്ട് നിങ്ങളുടെ കോളേജിൽ പോയിട്ട് അലോട്ടഡ് ആയിട്ടുള്ള കോളേജിൽ പോയിട്ട് അഡ്മിഷൻ കൺഫേം ആക്കി എടുക്കുക. അവിടെ സർട്ടിഫിക്കറ്റുകളും കാര്യങ്ങളും സബ്മിറ്റ് ചെയ്തിട്ട് അഡ്മിഷൻ കൺഫേം ആക്കാം. ഓക്കെ, തീർച്ചയായിട്ടും അത് ചെയ്യുക. ദെൻ സെക്കൻഡ് അലോട്ട്മെൻറ്റിൻ്റെ ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ കിടപ്പുണ്ട്. June 13 എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് ഓഫ് സെക്കൻഡ് അലോട്ട്മെൻറ്റ്. അത് ക്ലിക്ക് ചെയ്യാൻ നോക്കിയിട്ട് നിങ്ങൾക്ക് അവിടെ ഓപ്ഷൻസ് നിങ്ങളുടെ കോഴ്സുകൾ അടിച്ചു കൊടുത്തിട്ട് നിങ്ങൾക്കത് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും കൂടുതൽ അപ്ഡേറ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റുമായി റിലേറ്റ് ചെയ്തിട്ട് ആൻഡ് അഡ്മിഷനുമായി റിലേറ്റ് ചെയ്തിട്ട് വരുന്നതനുസരിച്ച് നിങ്ങൾക്ക് എത്തിക്കുന്നതായിരിക്കും. തീർച്ചയായിട്ടും എല്ലാ സർട്ടിഫിക്കറ്റ്സും ഓക്കെ ആക്കി വെച്ച് നാളെ മുതൽ 22 വരെയുള്ള ഡേറ്റിന് നിങ്ങൾ കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കുക. താങ്ക് യു.